ധൈര്യത്തോടുകൂടെ സാക്ഷ്യം പറയുന്നവർ, അവരുടെ കടമ, അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശ്വസ്തയോടെ അത് ചെയ്യുക എന്നുള്ളതാണ്. കൊയ്ത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്, നമ്മുടെ കയ്യിലല്ല. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിയായിട്ട് കാണത്തില്ല. അങ്ങനെ കാണാതെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, അതിനെക്കുറിച്ചൊരു ശരിയായ ധാരണയില്ലാതെ പോകും. ഇതിനെയാണ് നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, തെറ്റിദ്ധാരണ എന്ന് പറയും, മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും, അല്ലേ? തെറ്റായിട്ട് ധരിക്കുന്നത് കൊണ്ട്, തെറ്റായിട്ട് കാണുന്നതുകൊണ്ട്, തെറ്റായ കാഴ്ചപ്പാടുള്ളതുകൊണ്ട്, തെറ്റായ കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ കണ്ണ് നല്ലതായിരിക്കാം, തെറ്റായ കണ്ണട വെച്ച് കാണുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങൾ ആരാലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ കാര്യത്താൽ, ഒരുപക്ഷെ നിങ്ങളുടെ വർക്ക് പ്ലേസ്, നിങ്ങളുടെ ഫാമിലിയിൽ, മറ്റെവിടെയെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഇന്ന് എന്നെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവാണ് ഈ ലോകത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വ്യക്തി. അവൻ്റെ ജനനത്തിൻ്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണയോ ധാരാളമായിട്ടുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അവൻ്റെ ജീവിത ശൈലിയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്, ഇന്നും അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മരണത്തെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ. അപ്പോൾ ഏറ്റവും അധികം തെറ്റിദ്ധാരണയിലൂടെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ യേശുവാണ്. യേശുവിന് നിങ്ങളും ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് ജീവിതത്തിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു വേദനയിലൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും അവനോട് പങ്കുവയ്ക്കുവാനുള്ള ഒരു നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുന്ന, നിങ്ങളോട് സഹതപിക്കാൻ കഴിയുന്ന ശക്തനായിട്ടുള്ള ഒരു മഹാപുരോഹിതനാണ് യേശു കർത്താവ്. അതുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുവാനായിട്ട്, അവൻ്റെ അരികിലേക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുവാനായിട്ട് ഞാൻ നിങ്ങളെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ക്ഷണിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, ഒരു കീ സ്പോൺസറാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് അതുല്യ ആൻഡ് ഫാമിലിയാണ്. താങ്ക് യു സിസ്റ്റർ അതുല്യ ആൻഡ് ഫാമിലി. ഇന്ന് 9ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി അതുല്യ ആൻഡ് ഫാമിലി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ജീവിതത്തിൽ അവർക്ക് കൊടുത്ത എല്ലാ നന്മകളും ഉണ്ടല്ലോ കർത്താവെ, അതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. മകൾ ആവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5 വയസ്സായിരിക്കുന്നു. കൂടുതൽ ആത്മവിശ്വാസം ആ കുഞ്ഞിനുണ്ടാകുവാൻ, അവളുടെ എല്ലാ ഭയവും മാറുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് ഇത് സ്പോൺസർ ചെയ്തത് അതുല്യോടും ഫാമിലിയോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നാണ് ദ ഗ്യാതറിംഗ് ട്രിവാൻഡ്രം നടക്കുന്നതെന്ന്, വൈകുന്നേരം നടക്കുന്ന ആ മീറ്റിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകട്ടെ. അപ്പോൾ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 3-ാം തീയതി വെള്ളിയാഴ്ചയാണല്ലോ. അവിടെ എന്താ ഇന്നത്തെ ഫോക്കസ് വേർഡ്? നിങ്ങളുടെ ഡിവോഷൻ ഡയറിയിൽ നോക്കിയാൽ കാണുന്നത് ബോൾഡ് വിറ്റ്നസ്, ധൈര്യപൂർവമുള്ള സാക്ഷ്യം, അല്ലെങ്കിൽ ധൈര്യശാലികളായ സാക്ഷികൾ. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്നതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ അറ്റൻഡൻസാണ്. ബോൾഡ് വിറ്റ്നസ് ടൈപ്പ് ചെയ്യാം. ഇത് ലൈവായി കാണുന്നവർ കാണും, ഇതിന് ശേഷം ഇന്നോ മറ്റു ദിവസങ്ങളിലോ റീപ്ലൈ കാണുന്നവർ കാണും. ആർക്കാണെങ്കിലും ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബോൾഡ് വിറ്റ്നസ് ടൈപ്പ് ചെയ്യുക. അപ്പോസ്തലപ്രവൃത്തികൾ 4:31 ആക്ട്സ് 4:31. അതാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. And they prayed. The place where they were meeting was shaken, and they were all filled with the Holy Spirit and spoke the word of God boldly. അപ്പോൾ അവിടെ പറയുന്നത്, അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ അവർ നിന്നിരുന്ന സ്ഥലം കുലുങ്ങി. കഴിഞ്ഞ ദിവസം ഞാനിതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ധൈര്യത്തോടെ വചനം സംസാരിച്ചു. ഇതൊരു ഭയങ്കര സംഭവമാണ്. സൂപ്പർ നാച്ചുറൽ എംപവർമെൻറ്റ് നടക്കുന്ന ഒരു, നേരിട്ട് കാണാവുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഡെക്ലറേഷൻ നോക്കുക. ഇന്നത്തെ പ്രഖ്യാപനം, ദ സ്പിരിറ്റ് ഗിവ്സ് മീ ബോൾഡ്നെസ്. പരിശുദ്ധാത്മാവ് എനിക്ക് ധൈര്യം നൽകുന്നു.
I speak God's word fearlessly and shine his light today. ഞാൻ ദൈവത്തിൻ്റെ വചനം ഭയമില്ലാതെ സംസാരിക്കുകയും അവൻ്റെ വെളിച്ചം ഇന്ന് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ബൈബിൾ തുറന്ന്, ഒരുപക്ഷെ ഡിജിറ്റൽ ബൈബിളായിരിക്കാം, മൊബൈലിലായിരിക്കാം വായിക്കുന്നത്, ഗാഡ്ജറ്റുകളിലായിരിക്കാം, അല്ലെങ്കിൽ പുസ്തകത്തിലായിരിക്കാം, വായിച്ച് അതേ പേജിൽ ടിക്ക് ചെയ്യുക. ബോൾഡ് വിറ്റ്നസ്സിനെ കുറിച്ച്, ധൈര്യമുള്ള സാക്ഷികളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നമ്പർ 1, ബോൾഡ്നെസ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്സ് ഫില്ലിംഗ്. പരിശുദ്ധാത്മ നിറവിൻ്റെ ഫലമാണ് ധൈര്യം. പരിശുദ്ധാത്മ നിറവ് വരുമ്പോൾ ഏറ്റവും ഒരുപക്ഷെ പ്രകടമായി ആദ്യമായി നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം ധൈര്യമാണ്. പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഭയങ്കര ധൈര്യം വരും. ഇന്ന് കർത്താവ് വളരെ ശക്തമായി ലോകമെമ്പാട് ഉപയോഗിക്കുന്നൊരു ദേവദാസൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടത് എങ്ങനെയാണ്, അദ്ദേഹം കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭയങ്കരമായ ഒരു തരം അതിന് അപകർഷതാബോധമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് രംഗത്ത് വരികയില്ല, അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പോലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പേടിയാണ്. ഇങ്ങനെ വാക്കുകൾ കിട്ടുമോ ഇല്ലയോ, സഭയിൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വാക്ക് പോലും പറയാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. എഴുന്നേറ്റെന്നൊരു സാക്ഷി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഓരോരുത്തരുടെ സാക്ഷ്യം പറയാനുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ അതിന് തൊട്ടുമുമ്പ് അദ്ദേഹം എഴുന്നേറ്റ് പതുക്കെ അങ്ങ് പുറത്തേക്ക് പോകും, ടോയ്ലറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ അങ്ങ് പൊക്കളയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്നാൽ ഒരു ദിവസം ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന സമയത്ത് അദ്ദേഹത്തിന് അല്പം സംസാരിക്കാനുള്ള എന്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം മതിയോ ഇത്. ഈ പരിശുദ്ധാത്മശക്തി വന്ന ശേഷം അകത്താരോ പറയുകയാണ്, നീ എഴുന്നേറ്റ് നിന്ന് ഇന്ന കാര്യം സംസാരിക്കുക. ഒരു പ്രത്യേക ടോപ്പിക് അകത്ത് ഇങ്ങനെ കത്തുകയാണ്. സോ അദ്ദേഹം ആ സമയത്ത് ഒരു ചെറിയൊരു ഇരുമനസ്സൊക്കെ ഉണ്ടെങ്കിലും പുഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എവിടെന്നോ ഇല്ലാത്തൊരു ധൈര്യം വരികയാണ്. അപ്പം ആ സമയത്ത് അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന പാസ്റ്ററുടെ ചെവിയിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രേരിപ്പിക്കുന്ന ഇന്ന കാര്യം സംസാരിക്കണം. ആ സമയത്ത് ഓഫ് ഹാൻഡാണ്, മെസ്സേജ് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പെട്ടെന്ന് അദ്ദേഹം പാസ്റ്റർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞെങ്കിൽ നീ എന്നിട്ട് സംസാരിക്കേ. പെട്ടെന്ന് ആ യുവാവ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. ഞാൻ പറയുന്നത് ഒരു 10-20 മിനിറ്റ് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വളരെ ശക്തമായി പരിശുദ്ധാത്മ പ്രേരണയിൽ ഇൻസ്പയർഡായിട്ട് അനോയിൻറ്റഡായിട്ട് അദ്ദേഹം അങ്ങ് സംസാരിച്ചു. സഭയിലുള്ളവർക്ക് അതിശയം, അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ അതിശയം, വീട്ടുകാർക്ക് അതിശയം. ഒരിക്കൽ പോലും എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാത്ത, എന്തിനു പറയുന്നൊരു കൊച്ചു മീറ്റിങ്ങിൽ പോലും പ്രാർത്ഥിക്കാൻ അറിയാത്തൊരു മനുഷ്യൻ ഇത്ര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വന്നു? The only answer is the empowerment of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ ഞാനതാ പറയുന്നത്, എത്ര ഭീരുക്കൾ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർ, ഇങ്ങനെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ അകത്ത് ധൈര്യം പകരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ആ ദേവദാസൻ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ട ഒരു സാക്ഷ്യമാണ് ഞങ്ങളോട്. എൻ്റെ കാര്യം വ്യത്യസ്തമല്ല. ഒരു സ്ഥലത്ത് ഒരു വേദിയിലും ഒരു സെൻറ്റൻസ് പറയാനുള്ള നാച്ചുറൽ എബിലിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നപ്പോൾ വർഷങ്ങളായപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കാൻ, പല രാജ്യങ്ങളിൽ ദൈവവചനവുമായി പോകാൻ, സാക്ഷിയാകാൻ ഒക്കെ കർത്താവ് എന്നെ സഹായിക്കുന്നു. The only key is the power of the Holy Spirit. ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങൾക്കൊരു പക്ഷേ വചനം പറയാൻ, സാക്ഷ്യം പറയാൻ, നിങ്ങളുടെ അനുഭവം വേറെ ആളോട് പങ്കുവെക്കാനൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു തരം ഭയമോ സങ്കോചമോ നാണമോ ഒക്കെ കാണും. ആകെ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ, I need your spirit, I need your power, I need your strengthening. നീ എൻ്റെ അകത്ത് ആ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരും. ഇത് തന്നെയായിരുന്നു 12 അപ്പോസ്തലന്മാരുടെ 120 പേരുടെയൊക്കെ അവസ്ഥ.
ഭീരുക്കളായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിച്ചത്. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോൾനെസ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്സ് ഫില്ലിങ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഫലമാണ് ധൈര്യം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് 2, 3, 4, 5 ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഈ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചിട്ടാണ് ഈ അപ്പസ്തോലന്മാർ അബ്സ്കോണ്ടിങ്ങായി യഹൂദമതത്തിലെ ഒരു ചെറിയൊരു ന്യൂനപക്ഷം മാത്രം യേശുവിനെ പിൻപറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇന്നത് ലോകം മുഴുവൻ സകല ഭൂഖണ്ഡങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ മൂവ്മെൻ്റായി മാറിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അപ്പോസ്തലപ്രവൃത്തികൾ 1:8 പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. 2 തിമോഥെയോസ് 1:7 ധൈര്യത്തിൻ്റെ ആത്മാവാണെന്ന് പറഞ്ഞിരിക്കുന്നു. റോമാലേഖനം 8:15 യു റിസീവ് ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ. ദത്തെടുപ്പിൻ്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. കർത്താവ് നമ്മെ അങ്ങ് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്പിരിച്വലി. അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാണ് ഈ സ്പിരിച്വൽ ബോൾനെസ് നമ്മുടെ അകത്തേക്ക് വരുന്നത്? അത് അവൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വരുമ്പോൾ, നോട്ട് ഹ്യൂമൻ പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിപ്രഭാവമല്ല അവിടെ വരുന്നത്. ദിസ് ഇസ് സ്പിരിച്വൽ എനർജി, ദിസ് ഇസ് സ്പിരിച്വൽ പവർ. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണും, വലിയ സ്റ്റേഡിയങ്ങളിലൊക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ ചിലപ്പോൾ 20,000 പേര്, ചിലപ്പോൾ 60,000 പേര്, ചിലപ്പോൾ 80,000 പേര്, ചിലപ്പോൾ 1,00,000 പേരൊക്കെ ഇരിക്കുന്ന വലിയ സ്റ്റേഡിയം. അതിൽ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അയാൾ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ, കയ്യിലിങ്ങനെ പിടിക്കുന്ന ചെറിയൊരു മൈക്രോഫോൺ കയ്യിൽ പിടിച്ചിട്ടായിരിക്കും അയാൾ സംസാരിക്കുക. ചില സമയത്ത് അതുപോലുമില്ല. ഇപ്പം ഞാനൊക്കെ വെച്ചിരിക്കുന്ന പോലെ ഇവിടെ ചെറിയൊരു ബട്ടൺ പോലെ, അല്ലെങ്കിൽ ചെറിയൊരു ലേപ്പിൾ, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കുന്ന നമ്മൾ കഴിഞ്ഞ ഡിസംബർ 31 നമ്മുടെ ന്യൂ ഇയർ സർവീസിൽ ഞാൻ ഉപയോഗിച്ച മൈക്രോഫോൺ വളരെ ചെറിയ ഇവിടെ ഇങ്ങനെ വെക്കുന്നൊരിത് മാത്രമാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന സകലർക്കും അത് കേൾക്കാം. അപ്പോൾ ഒരു വലിയ സ്റ്റേഡിയത്തിലുള്ള എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ശബ്ദം കേൾപ്പിക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ വളരെ ചെറുതാണ്. ആ മൈക്രോഫോണിൻ്റെ വലുപ്പവും ചെറുപ്പവും ഇതൊന്നുമല്ല അവിടുത്തെ കാര്യം. അതിൻ്റെ പുറകിലൊരു പവർ സപ്ലൈ ഉണ്ട്. പല ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പവർ സപ്ലൈ. എല്ലാം ഉണ്ട്, പവർ ഇല്ലെങ്കിലും തീർന്നു. ഇതുപോലെ തന്നെയാണ് അനേകായിരങ്ങളിലേക്ക് ദൈവവചനത്തെ, ദൈവശബ്ദത്തെ എത്തിക്കാൻ വേണ്ടി നമുക്കാവശ്യമുള്ള പവർ സപ്ലൈ. അത് ഉയരത്തിൽ നിന്നാണ് നമ്മിലേക്ക് ഇറങ്ങി വരേണ്ടത്. അതിനുള്ള ധൈര്യം ഈ പരിശുദ്ധാത്മാവാണ് ബോൾഡ് വിറ്റ്നസ്സസ് ആക്കി നമ്മളെ മാറ്റുന്നത്. ധൈര്യമുള്ള സാക്ഷികൾ. പറഞ്ഞേ, രണ്ടാമത്തേത്, ബോൾഡ് വിറ്റ്നസ്സസ് സ്പീക്ക് ട്രൂത്ത് ഡെസ്പൈറ്റ് ഓപ്പോസിഷൻ. ധൈര്യമുള്ള സാക്ഷികളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ എതിർപ്പുണ്ടെങ്കിലും അവർ സത്യം സംസാരിക്കും. എഴുതി വെക്കുക, ധൈര്യമുള്ള സാക്ഷികൾ എതിർപ്പുണ്ടെങ്കിലും സത്യം സംസാരിക്കും. ഇതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിരുന്നേ. ഐ ആം റിയലി എക്സൈറ്റഡ്. എത്ര വലിയ എതിർപ്പ് വന്നാലും ഈ ശബ്ദത്തെ അവർക്ക് അടക്കാൻ സാധ്യമല്ല. അപ്പോൾ അവിടുത്തെ ഈ ആദിമ നൂറ്റാണ്ടിൽ സംഭവിച്ചത്, ദ ഏർലി ചർച്ച് ഫേസ്ഡ് ത്രെറ്റ്സ്, ക്രിറ്റിസിസം, പെർസിക്യൂഷൻ. ഇല്ലേ, ഇവർക്ക് ആദിമ ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരുന്ന ഒന്ന് ഭീഷണി. നിങ്ങൾ ഇനി ഈ നാമത്തിൽ സംസാരിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചാൽ, അതുപോലെ ഭയങ്കരമായ വിമർശനം വന്നു. കൂടാതെ ഇവരെ ജയിലിലിട്ടു, തല്ലിച്ചതച്ചു. ഇതൊക്കെ ചെയ്തിട്ടും ധൈര്യം മാത്രം ചോർന്നു പോകുന്നില്ല. അതിന് കാരണം എതിർപ്പുകൾ എത്ര വന്നാലും അതിനപ്പുറത്തേക്ക് കടക്കാൻ ആവശ്യമുള്ള ധൈര്യമാണ് അകത്ത് വരുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 4:29 അവരുടെ പ്രാർത്ഥന ഇതാണ്, എനേബിൾ യുവർ സെർവൻസ് ടു സ്പീക്ക് യുവർ വേർഡ് വിത്ത് ഗ്രേറ്റ് ബോൾഡ്നെസ്. അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. പ്രോസിക്യൂഷൻ മാറ്റുക എന്നുള്ള അർത്ഥത്തിലല്ല അവർ പ്രാർത്ഥിക്കുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, മഹാധൈര്യത്തോടുകൂടെ നിൻ്റെ വചനം സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അതാണ് അവരുടെ പ്രാർത്ഥന. അപ്പോസ്തലപ്രവൃത്തികൾ 5:20 പറയുന്നത്, ഗോ ആൻഡ് ടെൽ ദ പീപ്പിൾ അബൌട്ട് ദിസ് ന്യൂ ലൈഫ്. നീ പോയി ഈ പുതിയ ജീവനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് സകലരോടും പറയുക. യെഹെസ്കേൽ 2:7 സ്പീക്ക് മൈ വേർഡ്സ് വെദർ ദേ ലിസൺ
or fail to listen. അവർ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും, അവർ കേട്ടാലും ഇല്ലെങ്കിലും നീ പോയി വചനം പ്രസംഗിക്കുക. ഇത് ദൈവത്തിൻ്റെ ഒരു മാൻഡേറ്റാണ്, ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. പോയി വചനം ധൈര്യത്തോടെ പ്രസംഗിക്കുക. അപ്പോൾ ബോൾഡ്നെസ് ഈസ് ഒബീഡിയൻസ് വെൻ സൈലൻസ് വുഡ് ബി ഈസിയർ. മിണ്ടാതിരിക്കുന്നതാണ് എളുപ്പം, കാരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ എന്നിട്ട് സംസാരിക്കാം, കുറച്ച് നാളും ഉണ്ടായിരിക്കും. അങ്ങനെയല്ല ഇവർ ചെയ്തത്. ബോൾഡ്നെസ് ഈസ് ഒബീഡിയൻസ് വെൻ സൈലൻസ് വുഡ് ബി ഈസിയർ. ശാന്തമായിരുന്നാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്, പ്രശ്നങ്ങൾ ഒഴിവാക്കാം. പക്ഷേ ധൈര്യത്തിൻ്റെ പ്രത്യേകത അതിനപ്പുറത്തേക്ക് മനുഷ്യരെ അല്ല, ദൈവത്തെ അനുസരിക്കാൻ. നിങ്ങൾ ലോകം എമ്പാടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന കൽപ്പന പ്രകാരം പോകാൻ അവർക്ക് ധൈര്യം കിട്ടും. കപ്പലുകളെ വഴികാട്ടുന്ന ലൈറ്റ് ഹൗസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതൊരു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ചില സമയത്ത് ഭയങ്കരമായ മഴയായിരിക്കും, അപ്പോഴും ഈ ലൈറ്റ് ഹൗസിൽ നിന്ന് ലൈറ്റ് വരും. ചില സമയത്ത് ഭയങ്കര കൊടുങ്കാറ്റായിരിക്കും, അപ്പോഴും ലൈറ്റ് ഹൗസിൽ നിന്ന് ലൈറ്റ് വരും. ചില സമയത്ത് മൂടൽ മഞ്ഞായിരിക്കും, അപ്പോഴും ലൈറ്റ് ഹൗസിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരും. വർഷത്തിൽ 365 ദിവസവും ഏത് കാലാവസ്ഥയിലും ഏത് ഋതുഭേദമുണ്ടായാലും എന്തൊക്കെ സംഭവിച്ച ലൈറ്റ് ഹൗസ് ലൈറ്റ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ നമ്മെ കർത്താവ് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ അവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ഇരുട്ടിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് ട്രാൻസ്ഫർ തന്ന് നമ്മളവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ നാം ഇന്ന് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമോ, ഈ ലോകത്തിൽ പ്രകാശിക്കേണ്ട ലൈറ്റ് ഹൗസ് ആക്കിയാണ് ദൈവം നമ്മെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏത് കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ കൊടുങ്കാറ്റടിച്ചാലും മഴക്കാലം വന്നാലും പ്രശ്നങ്ങൾ വന്നാലും എതിർപ്പ് വന്നാലും പ്രോസിക്യൂഷൻ വന്നാലും നമുക്ക് ലൈറ്റ് കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല. ഹായ്, ഒരു വിശേഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ, അതായത് 2026 ജനുവരി 1 തീയതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പം ഒത്തിരി ദൈവികമായ ആരാധനയിലൂടെ നമ്മൾ കടന്നുപോയപ്പോഴൊക്കെ ഒരു പുതിയ ഗിഫ്റ്റൊക്കെ വേണമെന്ന് പലരും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ബ്ലെസ്സിങ് ടുഡേ ഇന്ന് പലരുടെയും കയ്യിൽ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ കാണുന്നത്. ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 എന്ന പേര് കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഡയറി. ഈ ഒരു ഡയറിയിൽ നിന്ന് ഓരോ മാസവും പ്രത്യേകമായിട്ടുള്ള ഒരു തീമിനെ ആസ്പദമാക്കിക്കൊണ്ട് ബ്രദർ ഡാമിയൻ സംസാരിക്കും. ഓരോ ദിവസവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു തീം വേഴ്സ് നൽകി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ 6 മാസം ഇന്ന് തികയാണ്. എന്താ അല്ലേ, കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിലൂടെ പല ആളുകളും ജൈത്രയാത്ര നടത്തിയിരുന്നു. ഈ ഒരു ജൈത്രയാത്രയിൽ ഓരോ ദിവസവും മുടങ്ങാതെ ഇതിൻ്റെ നോട്ട്സുകളെല്ലാം, ബ്ലെസ്സിങ് ടുഡേയുടെ മോർണിംഗ് ഗ്ലോറിയിൽ വന്നിട്ടുള്ള നോട്ട്സുകളെല്ലാം ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളവരും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. ഈ കഴിഞ്ഞ 6 മാസത്തെ ഈ ഒരു യാത്രയിൽ, ഈ ഒരു ജൈത്രയാത്ര എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു യാത്രയുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാനായിട്ടൊരു താല്പര്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് 1 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ 1 മിനിറ്റ് താഴെയുള്ള ഒരു ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. എന്താണ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, അത് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ അയക്കുക. എനിക്കൊന്ന് ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഒരു ടെസ്റ്റിമണി വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സമ്മാനം ഞങ്ങൾ തരാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്യുക. ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ അത് അവിടെ കൂടെ അപ്ലോഡ് ചെയ്യുക. അനേകർ അത് കാണട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ എനിക്കൊന്ന് കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് എഴുതിയവരുണ്ട്. ഇനിയൊരു 6 മാസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. നോട്ട്സ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. എനിക്കൊന്ന് 31 തീയതി വൈകിട്ട് വരുമ്പോൾ ഒരുപക്ഷെ പാസ്റ്റർ ഡാമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഓഡിയോ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ദയവായി അയക്കുക. Number 3, bold witnesses reflect Christ through their lives. ധൈര്യമുള്ള സാക്ഷികൾ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിലൂടെയാണ്. പ്രസംഗം മാത്രമല്ല, ജീവിതം. കാരണം വിറ്റ്നസിങ് ഈസ് മോർ ദാൻ സ്പീക്കിംഗ്. സാക്ഷികളാകുക എന്ന് പറയുന്നത് വാ കൊണ്ട് സംസാരിക്കുമ്പോൾ മാത്രമല്ല നടക്കുന്നത്.
അതിൽ പെട്ടിരിക്കുന്നത് ഒന്ന് ക്യാരക്ടർ, അതിനനുസരിച്ചുള്ള സ്വഭാവ ശ്രേഷ്ഠത നമുക്കുണ്ടോ. 2 കമ്പാഷൻ, നമുക്ക് മറ്റുള്ളവരോട് മനസ്സലിവുണ്ടോ. മനസ്സലിവുള്ളപ്പോഴാണ് നമുക്ക് സുവിശേഷം പറയാൻ പറ്റുന്നത്. അയ്യോ, എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഇവരെല്ലാം നിത്യശിക്ഷാവിധിയിലേക്ക് പോവുകയാണല്ലോ എന്നോർത്ത് അവരോടൊരു മനസ്സലിവ് തോന്നുമ്പോഴാണ് എതിർപ്പുകളോ പ്രശ്നങ്ങളോ ഒക്കെ വകവയ്ക്കാൻ നമ്മളങ്ങ് സുവിശേഷം പറയുന്നത്. അതല്ലാതെ നമുക്ക് എന്ത് ലാഭം അതുകൊണ്ട്. ഇൻറ്റഗ്രിറ്റി, കോണ്ടാക്റ്റ്, ഇതെല്ലാം നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ആവശ്യമാണ്. മത്തായി 5:16 ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. ഫിലിപ്പ് ലേഖനം 2:15 ഷൈൻ എമംഗ് ദം ലൈക്ക് സ്റ്റാർസ് ഇൻ ദ സ്കൈ. അവരുടെ ഇടയിൽ അഥവാ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി, അവിടെ പറയുന്നത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവിൻ. ഇരുളിൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കുവിൻ. നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ അതിഭയങ്കരമായ ഇരുളാണ്. ആ ഇരുളിൽ, രാത്രിയിൽ ഭയങ്കര ഇരുൾ, അതിലാകപ്പാടെ ലഭിക്കുന്ന വെളിച്ചം എന്ന് പറയുന്നത്, അല്ലാത്ത വൈദ്യുത വിളക്കുകൾ ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ ഈ ഭൂമിയിൽ ആകപ്പാടെ ലഭിക്കുന്ന വെളിച്ചം എന്ന് പറയുന്നത് സ്റ്റാറുകളിൽ നിന്ന് വരുന്ന ലൈറ്റുകളല്ലേ, അല്ലെങ്കിൽ മൂണും കൂടി ഇല്ലെങ്കിൽ നക്ഷത്രങ്ങളാണ് ആകപ്പാടെ മിന്നി മിന്നി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ് അവിടെ. ആ ഇരുളിൽ പ്രകാശിക്കുന്ന നക്ഷത്രത്തിന് എന്ത് ഭംഗിയാണ് കാണാൻ. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ മക്കൾ. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമല്ലേ, നിൻ്റെ മക്കൾ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കും നിൻ്റെ മക്കൾ. എണ്ണമാണ് അവിടെ ആദ്യത്തെ പ്രൈമറി മെസ്സേജെങ്കിലും കൂടാതെ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇരുട്ടിൽ പ്രകാശിക്കുന്ന ആത്മീയ താരങ്ങളായി, ജ്യോതിസുകളായി അബ്രഹാമേ നിൻ്റെ മക്കൾ ഈ ഭൂമിയിൽ പ്രകാശിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഒരു മുറിയിൽ കുറേ മനുഷ്യരിയ്ക്കുകയാണ്. അവിടെ പെട്ടെന്ന് അവിടെ ഒരാൾ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ തുറക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്താൽ ആ മുറിയിൽ എല്ലാവർക്കും ആ സുഗന്ധം, എല്ലാവരും ഒരുപോലെ മണക്കും. ഇതുപോലെ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി ദി ആരോമ ഓഫ് ക്രൈസ്റ്റ് ഓർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ മക്കൾ. നമ്പർ 4, ബോൾഡ് വിറ്റ്നസ്സസ് ട്രസ്റ്റ് ഗോഡ് വിത്ത് ദ റിസൾട്ട്സ്. ധൈര്യമുള്ള സാക്ഷികൾ ചെയ്യുന്നത് അവരുടെ പ്രവർത്തനങ്ങളുടെ, മിനിസ്ട്രിയുടെ റിസൾട്ടിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതായത് അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ഫെയ്ത്ത്ഫുൾനെസ്. ധൈര്യത്തോടുകൂടെ സാക്ഷ്യം പറയുന്നവർ അവരുടെ കടമ, അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശ്വസ്തയോടെ അത് ചെയ്യുക എന്നുള്ളതാണ്. ഗാഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹാർവെസ്റ്റ്. എന്നാൽ ദൈവമാണ് കൊയ്ത്തിന് ഉത്തരവാദിത്വമുള്ളത് ദൈവത്തിനാണ്. കൊയ്ത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്, നമ്മുടെ കയ്യിലല്ല. ഇതിനൊരു സ്ക്രിപ്ചറൽ ബാക്കപ്പ് ഉണ്ട്. എന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ 3:6 പറയുന്നത് ഐ പ്ലാന്റഡ്, അപ്പോലോസ് വാട്ടർഡ് ആൻഡ് ഗോഡ് മേഡ് ഇറ്റ് ഗ്രോ. അവിടെ പറയുന്നത് ഞാൻ നട്ടു, അപ്പോലോസ് നനച്ചു, എന്നാൽ ദൈവമത്രേ വളരുമാറാക്കിയത്. ഇതിന് കാരണം കൊരിന്ത്യ സഭയിൽ പല പല ഫാക്ഷൻസ് ഉണ്ടായി, സെക്റ്റുകളുണ്ടായി. എന്ന് വെച്ചാൽ ഒരു ചർച്ചിനകത്ത് തന്നെ വിഭിന്നമായ ഗ്രൂപ്പുകളുണ്ടായി. ചിലർ പറഞ്ഞു ഞാൻ കേഫയുടെ പക്ഷമാണ്, ഞങ്ങളുടെ ലീഡർ പത്രോസാണ്. ചിലർ പറഞ്ഞു നോ ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് പൗലോസിനെയാണ് ഞങ്ങൾ ലീഡറായിട്ട് കാണുന്നത്. ചിലർ അല്ലല്ല നമുക്ക് ഒത്തിരി നാൾ വചനം പറഞ്ഞു ഇതൊക്കെ ചെയ്തത്, സ്ഥിരമായിട്ട് നിന്നത് അപ്പല്ലോസ് അല്ലേ, അതുകൊണ്ട് അപ്പല്ലോസാണ് ഞങ്ങളുടെ. ചിലർ പറഞ്ഞു ഞങ്ങളിതൊന്നിലുമില്ല, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണ്, ഞങ്ങൾ മനുഷ്യരെ ഞങ്ങൾ നോക്കുന്നില്ല. ഇങ്ങനെ പല ഗ്രൂപ്പുകളായി കൊരിന്ത്യ സഭ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പൗലോസ് എഴുതുകയാണ് ഐ പ്ലാന്റഡ്, ഞാനാണ് വന്ന് നിങ്ങളെ നട്ടത്, അപ്പോലോസ് വന്നിട്ട് നനച്ചു, എന്നാൽ ദൈവമാണ് ആത്യന്തികമായി നിങ്ങളെ വളരുമാറാക്കിയത്. അതിൻ്റെ അർത്ഥം ശരിയായി കാഴ്ചപ്പാടോടുകൂടെ
സാക്ഷ്യം വഹിക്കുന്നവർ അഥവാ ശുശ്രൂഷിക്കുന്നവർ അൾട്ടിമേറ്റ്ലി നോക്കുന്നത് ദൈവം നൽകുന്ന വളർച്ചയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പാർട്ട് മാത്രമായിരിക്കും. അപ്പൊല്ലോസിൻ്റെ പാർട്ട് ചെയ്തു, പൗലോസിൻ്റെ ചെയ്തു, പത്രോസിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു. എന്നാൽ അവിടെയുള്ള കൃഷിക്ക് വളർച്ച നൽകിയത് അഥവാ കൊരിന്ത്യ സഭയ്ക്ക് ഒരു വളർച്ച നൽകിയത് ദൈവമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പാർട്ടങ്ങ് ചെയ്താൽ മതി, ബാക്കി ദൈവം വളർത്തട്ടെ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. യേശയ്യാവിൻ്റെ പുസ്തകം 55:11 മൈ വേർഡ് വിൽ നോട്ട് റിട്ടേൺ എംപ്റ്റി. കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എൻ്റെ വചനം ഒരിക്കലും അയച്ച കാര്യം സാധിപ്പിക്കാതെ തിരിച്ചു വരില്ല. നിങ്ങൾ പ്രസംഗിച്ചോ, നിങ്ങൾ വചനം വിതച്ചോ, പക്ഷേ അതിനൊരു ഫലമുണ്ടാകും. ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതിനുവേണ്ടി നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 4:26-27 ദ സീഡ് ഗ്രോസ് ദോ ദ ഫാമർ ഡസ് നോട്ട് നോ ഹൗ. അവിടെ ആ വിത്ത് മുളച്ച് വളരുന്നെങ്കിലും കൃഷിക്കാരനത് എങ്ങനെ വളരുന്നുവെന്ന് അറിയുന്നില്ല. കാരണം അയാൾ കിടന്ന് ഉറങ്ങുവാണ്. വിത്ത് പാകിയ ശേഷം നനച്ചെല്ലാം വെച്ചിട്ട് അയാൾ കിടന്ന് ഉറങ്ങുന്നു. പക്ഷേ ദൈവമാണ് ആ വിത്ത് മണ്ണിനടിയിൽ കിടന്ന് പൊട്ടിക്കിളർത്ത് അതിലുള്ള ലൈഫ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സ് മേൽനോട്ടം വഹിച്ച് കൃത്യമായി ചെയ്യുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൽ വേണം നമ്മൾ ആശ്രയിക്കാൻ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ബോൾഡ് വിറ്റ്നസ്സസ്, ധൈര്യമുള്ള സാക്ഷികൾ ചെയ്യുന്നത് അവർ വചനം പ്രസംഗിക്കും, അതിനുശേഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവേ, ഇതിൻ്റെ റിസൾട്ട് നീ തന്നെ നോക്കണേ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ബോൾഡ് വിറ്റ്നസ്സസിനെ കുറിച്ച് കേട്ടിട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ദൈവമേ എനിക്കും ഈ ഭൂമിയിൽ അങ്ങയുടെ സാക്ഷിയാകണം. മറ്റുള്ളവരോട് ഒരുപക്ഷെ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്നവരാകാം, വിദ്യാർത്ഥികളാകാം, ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാകാം, ബിസിനസ് ഫീൽഡിലായിരിക്കാം, ഫീൽഡ് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കാം. നിങ്ങളാരാണെങ്കിലും നിങ്ങളായിരിക്കുന്ന ദൈവം അയക്കുന്ന ഫീൽഡുകളിൽ അഥവാ സർക്കിളുകളിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി നിൽക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുള്ള ശക്തി അവിടെ നിന്ന് വരണം. അതിനനുസരിച്ച് സാക്ഷ്യം വഹിക്കുക, ബാക്കി കാര്യം കർത്താവ് ചെയ്യും. കൈനീട്ടാമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വചനം എല്ലാ ഹൃദയങ്ങളിലും ചെന്ന് ദൈവത്തിൻ്റെ ശക്തി എല്ലാവരിലും നിറഞ്ഞ് സാക്ഷികളായി മാറട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഡയബറ്റീസ് മൂലം പ്രയാസപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഗ്ലോക്കോമ പോലെയുള്ള കണ്ണിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായിട്ട്. ഈ കണ്ണുകൾക്ക് പ്രയാസമുള്ളവർ നിങ്ങളുടെ കൈകൾ ആ കണ്ണിലൊന്ന് വയ്ക്കാമോ? യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. തലച്ചോറിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. കാൽമുട്ട് സൗഖ്യമാകട്ടെ. ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറി പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പൂർണ്ണ വിടുതലും സൗഖ്യവർക്കുണ്ടാകട്ടെ. തലമുറകളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവം അത്ഭുതം ചെയ്യണമേ. സാമ്പത്തിക വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ജോലിയുടെ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, സ്ഥലം വാങ്ങേണ്ട കാര്യം, വീട് വയ്ക്കേണ്ട കാര്യം, വീട് വാങ്ങേണ്ട കാര്യം, വസ്തുക്കളുടെ വ്യവഹാരം, കേസിൽപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, ഇവർക്കെല്ലാം വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കായൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഒരു അത്ഭുതം അവർക്കെല്ലാം വേണ്ടി ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾ എഴുതിയെടുത്ത നോട്ട്സ് ടൈപ്പ് ചെയ്ത് ദയവായി കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഒത്തിരി പേരത് കാണട്ടെ. നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുന്നവർക്ക് പോലും കർത്താവ് പ്രതിഫലം നൽകാതിരിക്കില്ല. So God bless you. See you tomorrow. Bye-bye.